ഗൾഫിലായിരുന്നു ജോലി. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ലീവിന് വന്ന ആളാണ്. എൻ്റെ മകൾ വിവാഹത്തിന് വേണ്ടി വെച്ചിരുന്ന ഒരു 13 ലക്ഷം രൂപ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏജൻറ്റ് മുഖാന്തരം 13 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ട് ആ പൈസ അവിടെ കളക്കുക. മാസം ഒരു കുറച്ച് പൈസ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റായിട്ട് തരുമായിരുന്നു. 4-5 മാസം നമുക്ക് ആ പൈസ കിട്ടി. അതിനുശേഷം പിന്നെ പൈസ കിട്ടിയില്ല. ജനുവരി ആയപ്പോൾ 1 വർഷം എഗ്രിമെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ 6-7 മാസമായി ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇയാൾക്ക് ഒരു റെയ്ഡിൻ്റെ പേരിൽ ഇയാൾ പൂട്ടിക്കെട്ടി. ഇയാളിപ്പോൾ ദുബൈയിൽ ഉണ്ടെന്നാണ് അറിവ്. അവിടെ നിന്നും അവിടെ മുങ്ങിയെന്നാണ് അറിവ്. ദുബൈയിൽ ഇയാൾക്ക് 3 ഷോപ്പുണ്ട്. അൽ നഹദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്. പിന്നെ ഗോൾഡ് സൂക്കിൽ 2 ഷോപ്പുണ്ട്. അവിടെ എല്ലാം സ്റ്റോക്ക് കുറവാണ്, ആഭരണങ്ങളെല്ലാം കുറവാണ്. അങ്ങനെ ശമ്പളമൊന്നും കറക്റ്റായിട്ട് ജോലിക്കാർക്ക് കൊടുക്കുന്നില്ല. അവിടുത്തെ ജോലിക്കാരും അവിടുന്ന് മാറാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ പല രാജ്യങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇദ്ദേഹത്തെ നിയമപരമായിട്ട് നമ്മളെ കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപകരുടെ പൈസ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് വാങ്ങിക്കൊടുക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഒരു അപേക്ഷയുണ്ട്. കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ 20 MP-മാരുണ്ട്. ആ MP-മാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പാർലമെൻറ്റിൽ അവർ വിഷയം ഇത് അവതരിപ്പിക്കണമെന്നും വളരെ താഴ്മയായ ഒരു അപേക്ഷ കൂടിയുണ്ട്. ഈ നിരപരാധിയായ ആൾക്കാരാണ്. കുട്ടികളെ കെട്ടിക്കാനും പെൺപിള്ളേരെ കെട്ടിക്കാനും വീട് വെക്കാനും അങ്ങനെ അവർ ചെറിയൊരു വരുമാന മാർഗമായിട്ട് കണ്ടെത്തിയ ഒരു നിക്ഷേപമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ട നടപടികൾ, ശക്തമായ നടപടികൾ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം.